പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഈ വചനത്തിലൂടെ യേശു നമ്മെ തൻ്റെ അടുക്കലേക്ക് ആനയിക്കുന്നു. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് യേശുവിനറിയാം. യേശു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുക്കൽ വരുവിൻ. കാരണം യേശു തന്നെ നമ്മൾക്കൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. കുരിശ് വഹിച്ചുകൊണ്ട്, നിറയെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട്. അപ്പോൾ യേശുവിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും എത്ര ചെറുതാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കുരിശിൽ കിടക്കുന്ന യേശു നമ്മൾക്ക് മാതൃക തന്നെയാണ്. മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം യേശു സഹിച്ചു, യേശു വഹിച്ചു. നമ്മൾക്കും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പതറാതെ തളരാതെ, ദൈവത്തെ പഴിച്ചാരാതെ, അതിൽ നിന്നും എന്തെങ്കിലും നന്മ ഉണ്ടാകുമെന്ന ആ പ്രത്യാശയോടുകൂടി സഹിക്കാം. ഈശോയുടെ കുരിശിനോടൊപ്പം വെച്ചുകൊണ്ട് സഹിക്കാം. അതിനായിട്ടുള്ള കൃപാപരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.